ഹായ് ഫ്രണ്ട്സ്, AS മീഡിയയുടെ പുതിയ ലേറ്റസ്റ്റ് ഇൻഫോർമേറ്റീവ് എഡ്യൂക്കേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കേരള സർവകലാശാല FYUGP അഡ്മിഷൻ നേടാൻ ആഗ്രഹിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കാണുക. കാരണം കേരള യൂണിവേഴ്സിറ്റി നമ്മൾ ആപ്ലിക്കേഷൻ കൊടുത്തതിന് ശേഷം അലോട്ട്മെൻറ്റ് പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ട്രയൽ അലോട്ട്മെൻറ്റ് ഉണ്ട്, ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ഉണ്ട്, സെക്കൻഡ് അലോട്ട്മെൻറ്റ് ഉണ്ട്, തേർഡ് അലോട്ട്മെൻറ്റ് ഉണ്ട്. ആൻഡ് അതിന് ശേഷം വേക്കൻസികളുടെ അനുസരിച്ച് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റുകളും സ്പോട്ട് അലോട്ട്മെൻറ്റുകളും നടത്തപ്പെടുന്നതായിരിക്കും. അപ്പം നമുക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് മുതൽ ട്രയൽ അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഏത് കോളേജിലാണ് കിട്ടാൻ നമ്മുടെ ഇൻഡസ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്ത് ഏത് കോളേജിലാണ് കിട്ടാനായിട്ട് സാധ്യത നമുക്ക് ഉള്ളതെന്നുള്ളതാണ് ട്രയൽ വരെ നമുക്ക് അറിയാനായിട്ട് സാധിക്കാം. ആ ട്രയലിന് ശേഷം എഡിറ്റ് ഓപ്ഷൻസും കാര്യങ്ങളും ഉണ്ടാവും. അപ്പം നമുക്ക് എന്താണ് നമുക്ക് കോളേജുകൾ മാറ്റി കൊടുക്കാൻ അങ്ങനെയുള്ള ഓപ്ഷൻസൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്താൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ അലോട്ടഡ് ആയിക്കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു കോളേജിൽ പോയി അഡ്മിഷൻ എടുക്കേണ്ടതായിട്ടുണ്ട്. ഓർ ഈവൻ ആ ഒരു കോളേജിൽ നമുക്ക് വേണ്ട എന്നുണ്ടെന്നുണ്ടെങ്കിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ കാത്തിരിക്കുകയാണെന്നുണ്ടെങ്കിലും മെയിനായിട്ടും ചെയ്യുന്ന ഒരു കാര്യം, അതായത് അലോട്ടഡ് ആയി കഴിഞ്ഞാൽ മെയിനായിട്ടും ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ ഒരു കാൻഡിഡേറ്റ് ചെയ്യേണ്ട കാര്യമാണ് യൂണിവേഴ്സിറ്റി അഡ്മിഷൻ ഫീ അടയ്ക്കുക എന്നുള്ളത്. സോ എന്താണ് യൂണിവേഴ്സിറ്റി അഡ്മിഷൻ ഫീ എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. അപ്പം ഈ ഒരു യൂണിവേഴ്സിറ്റി അഡ്മിഷൻ ഫീ അടച്ചാൽ മാത്രമേ പിന്നീടുള്ള പ്രൊസീജിയേഴ്സ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ആ ഒരു യൂണിവേഴ്സിറ്റി അഡ്മിഷൻ ഫീ അടച്ചതിൻ്റെ റെസിപ്റ്റ് നമ്മുടെ കയ്യിൽ പിന്നീടുള്ള എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് ആവശ്യമാണ്. അപ്പം SC/ST കാറ്റഗറി, SCBC കാൻഡിഡേറ്റ്സ്, അതുപോലെ ജനറൽ കാറ്റഗറി, ഇങ്ങനെയുള്ള എല്ലാ കാറ്റഗറി ബേസും എത്ര എമൗണ്ട് ആണ് അല്ലെങ്കിൽ എത്ര രൂപയാണ് യൂണിവേഴ്സിറ്റി അഡ്മിഷൻ ഫീ ആയിട്ട് പേയ്മെൻറ്റ് ചെയ്യേണ്ടതെന്നുള്ള കാര്യമാണ് നമ്മൾ ഈ ഒരു വീഡിയോ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കാണുക. സോ നിങ്ങളുടെ പ്രോസ്പെക്ടസിൽ തന്നെ കൊടുത്തിട്ടുള്ള ഒന്നാണ് ഫ്രീ ടു ബി റെമിറ്റഡ് ടു ദ യൂണിവേഴ്സിറ്റി ഫോർ അഡ്മിഷൻ എന്നുള്ളത്. സോ ഒരു വിദ്യാർത്ഥി, ഒരു കാൻഡിഡേറ്റിന് അലോട്ട്മെൻറ്റ് ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആദ്യം തന്നെ യൂണിവേഴ്സിറ്റി അഡ്മിഷൻ ഫീ അടയ്ക്കേണ്ടതായിട്ടുണ്ട്. സോ ഫസ്റ്റ് പറയുന്നത് ജനറൽ SCBC കാൻഡിഡേറ്റ്സിൻ്റെ ഫീ അതാണ്. സോ പർട്ടിക്കുലേഴ്സ് ഓഫ് ദി ഫീ ടു ബി റെമിറ്റഡ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുള്ളത് മെഡിക്കൽ ഇൻസ്പെക്ഷൻ ഫീ, അതുപോലെ സ്പോട്ട് അഫിലിയേഷൻ ഫീ, യൂണിവേഴ്സിറ്റി യൂണിയൻ ഫീ, സ്റ്റുഡൻസ് എയ്ഡ് ഫണ്ട് ഫ്രീ, വുമൺ സ്റ്റഡി യൂണിറ്റ് ഫ്രീ എന്നൊക്കെ പറഞ്ഞിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. മെഡിക്കൽ ഇൻസ്പെക്ഷൻ ഫീ എമൗണ്ട് ഫോർ സ്റ്റുഡൻസ് ഓഫ് HSC, VHSC, CBSE, ISC 50 rupees. Then amount for others board students like open school, +2, other state board എന്ന് പറയുന്നത് 50 രൂപ. സ്പോട്ട് അഡ്മിഷൻ ഫീ 500 യൂണിവേഴ്സിറ്റി യൂണിയൻ ഫീ 300 സ്റ്റുഡൻറ്റ് എയ്ഡ് ഫണ്ട് ഫീ എന്ന് പറയുന്നത് 150 വുമൺ സ്റ്റഡി യൂണിറ്റ് ഫീ എന്ന് പറയുന്നത് 60 സ്റ്റുഡൻറ്റ് അഫിലിയേഷൻ ഫീ എന്ന് പറയുന്നത് 350 സ്റ്റുഡൻറ്റ് കെയർ ഫണ്ട് എന്ന് പറയുന്നത് 400 ഫീ ഫോർ മാട്രിക്കുലേഷൻ 115 ഫീ ഫോർ റീകോജനേഷൻ 350 ആൻഡ് ഫീ ഫോർ എലിജിബിലിറ്റി 525 ഈ ഒരു ഫീ ഫോർ എലിജിബിലിറ്റി മാത്രം അതർ ബോർഡ് സ്റ്റുഡൻസിന് നൽകേണ്ടതില്ല. അതായത് ഓപ്പൺ സ്കൂൾ മറ്റ് ഇതിൽ പഠിച്ച സ്റ്റേറ്റ് ബോർഡ്സിൽ പഠിച്ചിട്ടുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ അവർക്കത് ആവശ്യമില്ല. സോ ടോട്ടൽ എമൗണ്ട് HSC, VHSC, CBSE, ISC പഠിച്ച വിദ്യാർത്ഥികൾക്ക് ടോട്ടൽ എമൗണ്ട് 2800 രൂപ അടയ്ക്കണം യൂണിവേഴ്സിറ്റി അഡ്മിഷൻ ഫീ ആയിട്ട്. ഓപ്പൺ സ്കൂൾ അല്ലെങ്കിൽ അതർ ബോർഡ് സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 2275 രൂപ മാത്രം അടച്ചാൽ മതിയാകും. ഇനി ST/ST കാൻഡിഡേറ്റ്സിൻ്റെ കേസിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് മെഡിക്കൽ ഇൻസ്പെക്ഷൻ ഫീ ദ റേറ്റ്സ് ആർ സെയിം ആസ് ദാറ്റ് ഓഫ് ജനറൽ കാൻഡിഡേറ്റ്സ് എന്നുള്ളത്. സ്പോട്ട് അഫിലിയേഷൻ ഫീ, യൂണിവേഴ്സിറ്റി യൂണിയൻ ഫീ, ദെൻ സ്റ്റുഡൻറ്റ് കെയർ ഫണ്ട് 400 rupees കൊടുക്കണം. ഫീ ഫോർ മാട്രിക്കുലേഷൻ 150, ഫീ ഫോർ റീകോജനേഷൻ 350, ഫീ ഫോർ എലിജിബിലിറ്റി 525 ആൻഡ് HSC, VHSC, അതുപോലെ CBSE, ISC സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള സ്റ്റുഡൻസ് 1390 രൂപയാണ് SC/ST കാൻഡിഡേറ്റ്സ് പേയ്മെൻറ്റ് ചെയ്യേണ്ടത്. ആൻഡ് അതർ ബോർഡിലാണെന്നുണ്ടെങ്കിൽ ഓപ്പൺ സ്കൂളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്റ്റേറ്റ് ബോർഡ്സിൽ നിന്ന് +2 കംപ്ലീറ്റ് ചെയ്ത സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ 865 രൂപ മാത്രം പേയ്മെൻ്റ് ആയിട്ട് ചെയ്താൽ മതിയാവും. And the university fee once remitted will not be refunded under any circumstances. The candidate need to remit the university fee only once for admission. അതായത് യൂണിവേഴ്സിറ്റി അഡ്മിഷൻ ഫീ ഒരിക്കൽ അടച്ചു കഴിഞ്ഞാൽ അത് റീഫണ്ട് ചെയ്യുന്നതായിരിക്കില്ല. അതുപോലെ തന്നെ ഒറ്റത്തവണ മാത്രം ഈ യൂണിവേഴ്സിറ്റി ഫീ അഡ്മിഷൻ ഫീ അടച്ചാൽ, അതായത് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ അലോട്ട്മെൻറ്റ് കിട്ടി, പക്ഷേ അടുത്ത അലോട്ട്മെൻറ്റുകളോട് നോക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിലും ഈ പറഞ്ഞതുപോലെ യൂണിവേഴ്സിറ്റി ഫീ ഒറ്റത്തവണ മാത്രം അടച്ചാൽ മതി. സെക്കൻഡ് അലോട്ട്മെൻറ്റിലും വന്ന് കഴിഞ്ഞാൽ അതിന് വേണ്ടി പ്രത്യേകം പേയ്മെൻറ്റ് ചെയ്യുക അങ്ങനെയൊന്നുമില്ല. ഒറ്റത്തവണത്തെ പേയ്മെൻറ്റ് മാത്രമാണ് യൂണിവേഴ്സിറ്റി അഡ്മിഷൻ ഫീ. ആ ഒരു യൂണിവേഴ്സിറ്റി അഡ്മിഷൻ ഫീ അടച്ചു കഴിയുമ്പം അതിൻ്റെ റെസിപ്റ്റ് ഉണ്ടാവും. അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് കോപ്പി എടുത്ത് കയ്യിൽ സൂക്ഷിക്കണം. അതാണ് മെയിനായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സോ ഇതാണ്
ഫീ പേയ്മെൻറ്റ്, യൂണിവേഴ്സിറ്റി അഡ്മിഷൻ ഫീ പേയ്മെൻറ്റ് അതെല്ലാ വിദ്യാർത്ഥികളും അലോട്ടഡ് ആവുകയാണെന്നുണ്ടെങ്കിൽ പേയ്മെൻറ്റ് ചെയ്യുക എന്നുള്ളത് മസ്റ്റായിട്ടുള്ള കാര്യമാണ്. കൂടുതൽ ഒഫീഷ്യൽ ഇൻഫോർമേഷന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. താങ്ക് യു സോ മച്ച്.